അസ്സലാമു അലൈക്കും. എൻ്റെ പേര് നൗഫൽ, പാപ്പനശ്ശേരി എന്നാണ്. ഞാൻ ഈ ചോദ്യോത്തര സെഷൻ മനസ്സിലായൊരു സംഗതി, ഫൈസൽ മുസ്ലിയാർ അയാളുടെ മനസ്സിലുള്ള കൊടിയ ശിർക്ക് വല്ലാഹി മറച്ചു വെക്കാൻ വേണ്ടി ചോദ്യകർത്താവിന് നേരെ ചോദ്യകർത്താവിനില്ലാത്ത വിശ്വാസങ്ങൾ ആരോപിച്ചും ശിർക്കാണോ ചോദിക്കുമ്പോൾ ചോദിക്കണ്ട ഹറാമാണെന്ന് ഉത്തരം പറഞ്ഞുകൊണ്ടും ഉരുളയാണ്. ഒന്നാമത് ഞാൻ എൻ്റെ വിശ്വാസം വ്യക്തമാക്കാം. അത് ഓക്കെ, ചോദ്യം ചോദിക്കുമ്പോൾ അതിൻ്റെ ചോദ്യം ചോദിക്കാം, ചോദ്യം ചോദിക്കന്നെ. എൻ്റെ ചോദ്യം എൻ്റെ ചോദ്യം വല്ലാഹി അല്ലാഹുവല്ലാത്ത ഒരു ശക്തിക്കും അബോധികമായി ഉപകാരോപദ്രവം ചെയ്യാൻ ഒരാൾക്കും കഴിയില്ല എന്ന് എൻ്റെ ഉറപ്പായ വിശ്വാസം. അങ്ങനെ വിശ്വസിക്കുന്ന ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തൊരു അമ്പലമുണ്ട്, വല്ലാഹി ഉള്ളതാണ്. എന്നെ ചിരിച്ചോ വല്ലാഹി, CP സലീം ചിരിച്ച് കാണിച്ചോ, പിന്നെ ബാക്കിയുള്ളവരെ ഏറ്റിരിക്കുക. വല്ലാഹി എൻ്റെ വീടിൻ്റെ അടുത്തുള്ളത് അമ്പലമാണ്. ആ അമ്പലത്തിലെ ആളുകളോട് എന്നോട് പറയുന്നത്, ശരി സുഹൃത്തെ, ഞാൻ ചോദിക്കണം, ഞങ്ങൾ എല്ലാരും ഇപ്പൊ അമ്പലത്തിനെടുത്താണുള്ളത്, കുഞ്ഞനംകുത്തലാണ്. അപ്പൊ നേരത്തെ ചോദിച്ചാലോ അമ്പലത്തില്, നിങ്ങളും അമ്പലത്തില്, എല്ലാരും ഇപ്പൊ അമ്പലത്തിക്ക. അപ്പൊ അവർ ദയവായത് സലഫി പള്ളി ഒഴിഞ്ഞു തരാം, നിങ്ങൾ അമ്പലത്തിൽ പോയിക്കോളി. സലഫിയുടെ പള്ളി സലഫിയെ കൊടുത്തിട്ട് പറഞ്ഞു ഞങ്ങൾ ഞാൻ അമ്പലത്തിൽ പോവാണ് എന്ന് പറഞ്ഞ് ആ വഴിക്ക് പോവുക. അപ്പൊ എല്ലാവരും ഇപ്പൊ അങ്ങനെ തോന്നുക അമ്പലത്തിൽ കണ്ട് പോയാൽ എന്താ, മറ്റൊരിടത്ത് പോയാൽ എന്താ. അപ്പൊ ഏതായിരുന്നാലും ജബ്ബാർമാരുടെ ഇസ്ലാഹ് വായിച്ചവർക്കല്ല അമ്പലത്തിൽ പോകാൻ തോന്നിയത്, മറിച്ച് അല്ലെങ്കിലേ തോന്നലുള്ളവന് ഇസ്ലാഹ് വായിച്ചപ്പോഴാ കുഴപ്പമായത്. അല്ലെങ്കിലേ ഈ തോന്നൽ ഉള്ളിലുള്ളവന് ആ തോന്നൽ വെച്ച് ഇസ്ലാഹ് വായിച്ചു. അപ്പൊ ഓന് തോന്നി എനിക്ക് അവിടേക്ക് പോകാൻ. അതുകൊണ്ട് ആ തോന്നലേ നിർത്തുക, അത് നിർത്തി തൗബ ചെയ്യുക, അപ്പൊ ശരിയാവും. റബ്ബിലേക്ക് മടങ്ങുക. അല്ലെങ്കിൽ ഈ തോന്നൽ തന്നെ ശിർക്കാണ്, താങ്കളുടെ ഉള്ളിലുള്ള ആ തോന്നൽ തന്നെ ശിർക്കാണ്. എനിക്ക് അമ്പലത്തിൽ കണ്ട് പോയാൽ എന്താ, അവിടെ ചോദിച്ചാൽ എന്താ, അങ്ങനെ പോകുമ്പോ വിളിച്ചാൽ എന്താ, ആ തോന്നൽ തന്നെ ശിർക്കാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തൗബ ചെയ്ത് മടങ്ങുക. അടുത്തത് ചോദിച്ചോളി. വേണ്ട, നിങ്ങൾ ചോദിക്കണ്ട. ആ ശരി, അങ്ങനെ തന്നെ കൂട്ടിക്കൂടി. അടുത്തത് ചോദിക്കും.